ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ കേരള റൈസ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. നമുക്ക് ഇത് സിമ്പിളായിട്ട് ഇപ്പോൾ റൈസ് കുക്കർ ഒന്നും ഇല്ലെങ്കിലും പ്രഷർ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. വലിയ ടൈമൊന്നും നമുക്ക് എടുക്കത്തുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തേക്കുന്ന പവിഴത്തിൻ്റെ മട്ട റൈസാണ് കേട്ടോ. ഇത് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനീ ഒന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ വേഗ് കൂടുതലുള്ള മട്ട റൈസ് ആയാലും ശരി, വെള്ള റൈസ് ആയാലും ശരി, വേഗ് കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് എടുക്കുക. ഈ റൈസ് വലിയ വേഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അപ്പം തന്നെ കഴുകിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി പ്രഷർ കുക്കറിൽ വെള്ളം ആഡ് ചെയ്യുവാണ്. ഇതിപ്പം മൊത്തം 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിനാണോ റൈസ് എടുക്കുന്ന ആ കപ്പിന് തന്നെ നിങ്ങൾ കുക്കറിൽ വെള്ളവും ആഡ് ചെയ്യുക. 2 കപ്പ് റൈസിന് ഞാൻ 6 കപ്പ് വെള്ളം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയതിന് ശേഷം ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ, തിളയ്ക്കണമെന്നില്ല, ഒന്ന് ചൂടായി വരണം വെള്ളം. അപ്പോഴേക്കും നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 3 വിസിലാവുമ്പോഴത്തേക്കും ഇതൊന്ന് ഓഫ് ചെയ്തേക്കുക നിങ്ങൾ. എന്നിട്ട് അതിൻ്റെ പ്രഷറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അത് അതേപോലെ അങ്ങ് വെച്ചേക്കുക. എന്നിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവുള്ളേ. ഇതിപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ രാവിലെയാണ്, ഇപ്പോൾ സ്കൂളുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിലും സാരമില്ല. നിങ്ങളൊരു നല്ല വേഗമുള്ള റൈസ് ആണെങ്കിൽ ഒരു 4-5 വിസിൽ നിങ്ങൾ അടിച്ചിട്ട് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഓപ്പൺ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അകത്ത് ആ വെള്ളമെല്ലാം ഇനി ഒന്ന് ഊറ്റിയെടുക്കണേ. അപ്പോൾ ഇതേപോലെ ഹോളുള്ളൊരു പാത്രം എടുത്തിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കുക്കറിൽ നിന്ന് റൈസ് ഫുള്ളായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകും, കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഇതും ഉണ്ടാവും. മട്ട റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ കൊഴുപ്പായിരിക്കും ആ കഞ്ഞിവെള്ളത്തിന്, നമ്മൾ ആ വെള്ള റൈസിൻ്റെ പോലെ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം വെള്ള റൈസ് ആയാലും ശരി തന്നെയാണ്, മട്ട റൈസ് ആയാലും ശരി തന്നെയാണ്, നിങ്ങൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നുള്ള ആ സ്റ്റാർച്ച് എല്ലാം അങ്ങ് റിമൂവ് ആയി കിട്ടും റൈസിൽ നിന്ന്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്ന ചോറില്ലേ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഒട്ടും അതിൽ പശയുടെ ഇതൊന്നും റൈസിലുണ്ടാവില്ല. ഇതൊന്ന് റസ്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കറിലേക്ക് തിരിച്ച് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ വെയിറ്റ് എടുത്ത് മാറ്റുക. നിങ്ങൾ മാറ്റിയിട്ട് ഇതേപോലെ വെച്ചേക്കുക. വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വെക്കുമ്പം ചെറിയ അടുപ്പിൽ വെക്കാൻ ശ്രമിക്കുക. വലിയ അടുപ്പിൽ ഫ്ലെയിമൊക്കെ നമ്മൾ ഓർക്കാണ്ട് കൂട്ടിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റൗവിൽ തന്നെ ചെറിയ ബർണർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അത്രയൊക്കെ മതിയാവും. അപ്പോഴത്തേക്കും മുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാനും പറ്റും, ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ മുകളിൽ കൂടെ നമ്മൾ വിസിലെടുത്ത് മാറ്റുമ്പോൾ മുകളിൽ കൂടെ അതിനകത്തുള്ള വെള്ളമെല്ലാം പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. കുറേശ്ശെ അതിൻ്റെ ആവി പോണത് കുറഞ്ഞ് പിന്നെ ആവി വരാണ്ടാവും. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതങ്ങ് മാറ്റി വെച്ചേക്കുക. ഓഫ് ചെയ്തിട്ട് കുക്കറൊന്ന് മാറ്റി വെച്ചേക്കുക. അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അതിൽ നിന്നുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും നമുക്ക്. ഇനി ഇപ്പം നല്ല വേഗമുള്ള റൈസാണ്. 4 വിസിൽ നിങ്ങൾ കേൾപ്പിച്ച് എന്നിട്ട് നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ടും 4 വിസിലായ നിങ്ങൾ അടിച്ചിട്ടും കുക്കറിൽ അടിച്ചിട്ടും അത് റൈസ് നിങ്ങൾക്ക് വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് നന്നായിട്ട് അത് ആ റൈസ് ഇപ്പം വെന്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് ഇതേപോലെ കഴുകിയൊക്കെ കളഞ്ഞിട്ട് തിരിച്ച് റൈസ് കുക്കറിൽ ഇട്ടതിന് ശേഷം അതിൽ ഒരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തേക്ക്. കുറച്ച് ചൂടുവെള്ളവും കൂടി, ഒരുപാടൊന്നും ആഡ് ചെയ്യരുത്. ഇപ്പോൾ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ റൈസ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 പരുവേ ആയിട്ടുള്ളെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതും കൂടെ കൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് വന്നോളും. കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ
ആ ഒരു ടിപ്പും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ നമ്മൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലെ കുക്കറിൽ റൈസ് അങ്ങ് ഇട്ടതിന് ശേഷം മാത്രമേ ബാക്കി കറികൾ വെക്കാനായിട്ട് റെഡി ആവാവുള്ളൂ. ആ ടൈം അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടി നമുക്കത് റെസ്റ്റ് ചെയ്യാനും അത് കഴുകിയെടുത്ത് തിരിച്ചിടാനും ഉള്ള എല്ലാ ടൈമും നമുക്ക് നമ്മൾ കറിയെല്ലാം വെക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കിട്ടും. കണ്ടോ, റൈസ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഒരു ദിവസം ഒന്ന് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് കുക്കറിൽ റൈസ് വേവിച്ച് നോക്കുക. എന്നിട്ട് വേണം മാത്രം ഇപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ മോർണിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വേഗത്തിൽ ചെയ്തെടുക്കാം എന്ന് കരുതിയിട്ട് ഒരു ദിവസം ട്രൈ ചെയ്യരുത്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ഇതേപോലെ ഒന്ന് കുക്കറിൽ റൈസ് വെച്ച് നോക്കുക, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പാകമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം. അല്ലാണ്ട് ഇപ്പോൾ ബിസി ആയിട്ടുള്ള ഒരു ദിവസം ട്രൈ ചെയ്യാനേ. റൈസ് എങ്ങനെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ആഡ് ചെയ്തേക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.